എല്ലാവർക്കും നമസ്തേ. ബി ജെ പി സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് പിന്റു മഹാദേവനെ നീക്കം ചെയ്തു. ഇന്ന് കണ്ട വാർത്തയാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, നേപ്പാൾ ബംഗ്ലാദേശ് രീതിയിൽ കലാപമുണ്ടാക്കിയാൽ, അതായത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കലാപത്തിന് ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട കയറും എന്ന് പറഞ്ഞതിനെതിരെയാണ് നടപടി. അപ്പോഴേക്കും കോൺഗ്രസ്സുകാർ ഭയങ്കരമായിട്ട് ബഹളം തുടങ്ങി. രാഹുൽ ഗാന്ധിയെ വധിക്കും എന്ന് പിന്റു മഹാദേവൻ പറഞ്ഞു. അതുകൊണ്ട് പിന്റു മഹാദേവിനെ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇത് നിയമസഭയിൽ വരെ ഇത് എത്തിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുത്തു. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒളിവിൽ പോയി. ഇന്നലെ അദ്ദേഹം പോലീസിൽ കീഴടങ്ങി. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ബി ജെ പി എന്ത് ചെയ്തു? അദ്ദേഹത്തെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കി. സത്യത്തിൽ ഇതിൽ തെറ്റ് ചെയ്തവരാണ്. ബി ജെ പി ആണ് ഒരു ആത്മാർത്ഥതയുള്ള പ്രവർത്തകനെതിരെ അക്ഷന്തവ്യമായ തെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കൊല്ലും എന്നൊരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്നെ കണ്ടു. രാഹുൽ ഗാന്ധി 2-3 പ്രാവശ്യം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടുത്തെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ന്യൂനപക്ഷങ്ങൾ എല്ലാം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങണം, നിങ്ങളോടൊപ്പം ഞാൻ കാണും എന്ന് പറഞ്ഞു. ആ കലാപാഹ്വാനത്തിൻ്റെ ചുവട് പിടിച്ച് ലഡാക്കിൽ നമ്മൾ കണ്ടു. അവിടെ കലാപം ഉണ്ടായി. CRPF ഉൾപ്പെടെയുള്ള സേനാ വാഹനങ്ങൾ അവർ തീയിട്ടു. ബി ജെ പി ഓഫീസ് തീയിട്ടു. സൈനികരെ അവർ കയ്യേറ്റം ചെയ്തു. അപ്പോൾ പോലീസ് നടപടി എടുത്തു. 4 പേർ കൊല്ലപ്പെട്ടു. ഇത് തന്നെയാണ് പിന്റു മഹാദേവ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇങ്ങനെ കലാപമായിട്ട് ഇറങ്ങിയാൽ നെഞ്ചത്ത് വെടിയുണ്ട കയറും എന്ന് വെച്ചാൽ, വെടിയുണ്ടയ്ക്ക് രാഹുൽ ഗാന്ധി എന്നോ മറ്റൊരാളെന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ഒരു വ്യത്യാസവും ഇല്ല. കലാപവുമായിട്ട് ആരിറങ്ങിയാലും അവർക്ക് നേരെ പോലീസ് അല്ലെ ഒരു സേന നടപടിയെടുത്താൽ അത് നമ്മളുടെ ജീവൻ എടുക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഒരു കലാപത്തിന് നേതൃത്വം നൽകി മുന്നിട്ടിറങ്ങിയാൽ രാഹുൽ ഗാന്ധി എന്നില്ല, സോണിയാഗാന്ധി എന്നില്ല, JP നദ്ദ എന്നില്ല, അമിത്ഷാ എന്നില്ല, നരേന്ദ്രമോദി എന്നില്ല, ഞാനെന്നില്ല, നിങ്ങളെന്നില്ല, ആ കലാപകാരികൾക്ക് നേരെ വെടിവെച്ചാൽ സ്വാഭാവികമായിട്ടത് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും അത് നമ്മുടെ നെഞ്ചത്ത് അത് പതിക്കാം. അത്രയും ഒരു കാര്യം പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ ബഹളമുണ്ടാക്കി, കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. അതെല്ലാം പോട്ടെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നടപടിക്രമമാണ്. കേസെടുത്തതും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യത്തിലിറങ്ങുന്നത്. പക്ഷെ BJP എന്തിന് ഈ അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനർത്ഥം ഇവരുടെ താളത്തിനൊത്താണ് BJP നേതൃത്വം തുള്ളുന്നത്. പ്രസ്ഥാനത്തിനെ വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവര് ഈ രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണോ BJP നേതൃത്വം പറയുന്നത്? ഒരാൾ കലാപത്തിന് ആഹ്വാനം ചെയ്താൽ അതിനെ ന്യായീകരിക്കണം എന്നാണോ BJP പറയുന്നത്? നമ്മൾ അടുത്ത സമയത്ത് കണ്ട് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജനം TV ഒരു ചാനൽ ചർച്ച വന്നു. അതിനകത്തിൽ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന CPM-ന്റെ വക്താവ് അമൃതാനന്ദമയിയെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. ആ ഒരു കാരണം പറഞ്ഞ് CPM അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റിയോ? ഇല്ല. നരേന്ദ്രമോദിയെ, അമിത്ഷായെ എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ നീക്കം ചെയ്തു? ഇല്ല.
അതിനെ അവർ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. ഈ ബി ജെ പിയിൽ ഇരിക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ ബി ജെ പി വക്താവായിരുന്നു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ എത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അവർക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ബി ജെ പി മാറ്റി ഇല്ല, സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു ഇല്ല. കോൺഗ്രസ് രണ്ട് കൈ എന്ന് പറയുന്നത് 4 കൈ നീട്ടി അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിന്റെ അജണ്ട അനുസരിച്ചാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ ഈ നടന്ന സംഭവം. ഒരിക്കലും ഒരു ഇത്തരം പ്രവർത്തനങ്ങളെ ബി ജെ പിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ അല്ലെ നേതാക്കളെ ഈ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെ നമ്മൾക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ബി ജെ പി സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിക്കുന്നത്? എന്തിനാണ് ഭരണകൂടം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്? എന്തിനാണ് കലാപകാരികൾക്ക് നേരെ വെടിവെച്ചത്? അപ്പോൾ അത് തെറ്റല്ലേ കാണിച്ചത്? ഇങ്ങനെ കലാപവുമായിട്ട് ആരിറങ്ങിയാലും അവരുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറും എന്ന് പറഞ്ഞ ആ ഒരു വക്താവിനെതിരെ നടപടിയെടുത്ത സ്ഥിതിക്ക് സോനം വാങ്ചുക്കിനെ ഉടൻ തന്നെ പുറത്തു വിടുകയാണ് ചെയ്യേണ്ടത്, ജയിലിൽ നിന്ന് പുറത്തു വിടുകയാണ് ചെയ്യേണ്ടത്. കലാപകാരികൾക്ക് നേരെ അവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കലാപകാരികൾക്കെതിരെ എടുത്ത നടപടിയിൽ 4 പേർ കൊല്ലപ്പെട്ടതിനെതിരെ പ്രധാനമന്ത്രിയും ബി ജെ പിയും ഉൾപ്പെടെയുള്ളവർ ക്ഷമ പറയുകയാണ് വേണ്ടത്. അത് പറയാൻ കാരണം പിന്റു മഹാദേവനെതിരെ നടപടിയെടുത്ത സ്ഥിതിക്ക് ഇതാണ് ചെയ്യേണ്ടത്. കാരണം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് തെറ്റല്ല. കലാപത്തിന് ആഹ്വാനം ചെയ്ത് കലാപം നടത്തിയാൽ അവർക്ക് നേരെ നടപടി ഉണ്ടാകാം, വെടിവെയ്പ്പുണ്ടാകാം എന്ന് പറഞ്ഞ ഒരു നേതാവിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് ബി ജെ പി മാറ്റിയപ്പോൾ തീർച്ചയായും ലഡാക്കിലെ ആ നടപടി തികച്ചും തെറ്റാണ് എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പരോക്ഷമായി സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുകയായിരുന്നു ബി ജെ പി ചെയ്യേണ്ടിയിരുന്നത്. കാരണം പിന്റു മഹാദേവ് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. അതിനെതിരെ നടപടി എടുത്ത സ്ഥിതിക്ക് ഇനി രാജ്യത്ത് എവിടെ ഒരു കലാപം ഉണ്ടായാലും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല, അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു ഊർജമാണ്, അതായത് കലാപം ഉണ്ടാക്കുന്നതിനുള്ള ഊർജമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന, അല്ലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഊർജമാണ് ഈ ഇദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികളിലൂടെ ബി ജെ പി കാണിച്ചു കൊടുക്കുന്നത്, പകർന്നു നൽകിയിരിക്കുന്നത്. ഇതൊരിക്കലും രാജ്യത്തിന് ഭൂഷണമല്ല. ആർക്കും എന്തും പറയാം, രാജ്യത്ത് ആർക്കും കലാപത്തിന് ആഹ്വാനം ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എത്രയോ CPM നേതാക്കൾ പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയിരിക്കുന്നു. ഒന്നും വേണ്ട, ഇവന്മാര് ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെയുള്ളവന്മാര് ഈ സതീശനെ പോലുള്ള വൃത്തികെട്ടവന്മാർ എന്തൊക്കെയാണ് പറഞ്ഞത്. ഗുജറാത്തില് ഗർഭിണിയുടെ ഗർഭം ശൂലം കൊണ്ട് കുത്തിയിറങ്ങിയ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഹിന്ദുക്കൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയ്ക്ക് സ്പർദ്ധ വളർത്തി ഹിന്ദുക്കളെക്കെതിരെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ BJP നേതാക്കൾ, രാഹുൽ ഗാന്ധിയും VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വഴിനീളെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ആരതിനെതിരെ നടപടിയെടുത്തു? ഈ പാർട്ടികളൊന്നും നടപടിയെടുത്തിട്ടില്ല, സർക്കാരും നടപടിയെടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഇദ്ദേഹത്തെ BJP വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുതി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതൊരിക്കലും ഈ BJPക്ക് യോജിച്ച നടപടിയല്ല. ഈ നടപടി തിരുത്താനുള്ള ആർജവമാണ് BJP കാണിക്കേണ്ടത്. ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ, നേതാക്കളെയും, ഏതൊരു ഘട്ടത്തിലും സംരക്ഷിക്കാനുള്ള, കാരണം അവരാരും
അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരു അഴിമതിയോ ഒന്നും നടത്തി ധനസമ്പാദനമല്ല നടത്തിയിരുന്നത്. അവർ കലാപാഹനം നടത്തിയിട്ടില്ല. രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവർ ആര് പ്രശ്നം ഉണ്ടാക്കിയാലും അവർക്ക് നടപടി നേരിടേണ്ടി വരും, അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിനെതിരെയുള്ള നടപടി പിൻവലിക്കണം. അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാമോ ആ രീതിയിൽ സംരക്ഷിക്കാൻ തയ്യാറാവുകയാണ് BJP നേതൃത്വം അടിയന്തരമായി ചെയ്യേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.